Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് ജൂലൈ 2024 CPC എക്സാമിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇത് പാർട്ട് 1 ആണ്. സോ ഫസ്റ്റ് നമുക്ക് അനാറ്റമി ആൻഡ് മെഡിക്കൽ ടെർമിനോളജി സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഹൈസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് urticaria. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്കിൻ റാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് urticaria എന്നായിരിക്കും ക്വസ്റ്റ്യനിലുള്ളത്, അല്ലെങ്കിൽ സ്കിൻ റാഷ് എന്നായിരിക്കും ഉണ്ടാവുക. സോ അതിൻ്റെ ആൻസർ വരുന്നത് ഹൈസ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഐറ്റിസ് ആണ്. ഇറ്റ് ഈസ് ദി ഇൻഫ്ലമേഷൻ. ഐറ്റിസ് എന്ന് പറയുന്ന മെഡിക്കൽ ടേമിൻ്റെ മീനിങ് വരുന്നത് ഇൻഫ്ലമേഷൻ ആണ്. നെക്സ്റ്റ് വൺ ബ്ലെഫറോപ്ലാസ്റ്റി. ഇറ്റ് ഈസ് ദി സർജിക്കൽ റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് ഐലിഡ്സ് ആണ്. ബ്ലെഫറോ മീൻസ് ഐലിഡ് ആണ്. ഓപ്ലാസ്റ്റി എന്ന് പറയുന്നത് സർജിക്കൽ റിപ്പയർ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ബൈലാട്രൽ ഊഫ്രെക്ടമി ആണ്. സോ ഊഫ്രോ എന്ന് പറയുന്നത് ഓവറി ആണ്. സോ ഊഫ്രെക്ടമി എന്ന് പറയുമ്പോൾ സർജിക്കൽ റിമൂവൽ ഓഫ് ഓവറി ആണ്. നമുക്കറിയാം, നമുക്ക് 1 പെയർ ഓഫ് ഓവറീസ് ആണുള്ളത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ട്. സോ ബൈലാട്രൽ എന്ന് പറയുമ്പോൾ ബോത്ത് സൈഡ്സിൽ നിന്നുള്ള ഓവറിയുടെ സർജിക്കൽ റിമൂവൽ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് ഒരു റെസ്പിറേറ്ററി കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഓപ്ഷൻസിൽ നമുക്ക് ട്യൂബർകുലോസിസ് കൊടുത്തിട്ടുണ്ടാവും. സോ ദി ആൻസർ വിൽ ബി ട്യൂബർകുലോസിസ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വൈറ്റ് ക്രെസൻറ്റ് ഷേപ്ഡ് പാർട്ട് ഓഫ് ദി നെയിൽ നോൺ ആസ്, ആൻഡ് ദി ആൻസർ ഇസ് ലുണുല. അപ്പോൾ നെയിലിൻ്റെ ബോട്ടം പാർട്ടിൽ കാണുന്ന വൈറ്റ് ആയിട്ടുള്ള ക്രെസൻറ്റ് എന്ന് പറയുന്നത് ഹാഫ് മൂൺ ഷേപ്പിലുള്ള ആ ഒരു ഏരിയനെ പറയുന്ന പേര് ലുണുല എന്നാണ്. So next question, colonoscopy is used to examine which part of the body? So colonoscopy ഏത് പാർട്ട് ഓഫ് ദി ബോഡീനെ എക്സാമിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് കോളോൺ. ഇത് വേറൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എ ടൈപ്പ് ഓഫ് എൻഡോസ്കോപ്പിക് അപ്രോച്ച് വിച്ച് ഇസ് യൂസ്ഡ് ടു എക്സാമിൻ കോളോൺ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ആൻസർ കൊളോണോസ്കോപ്പി എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിയിൽ ചോദിക്കുന്നു എന്ന് മാത്രം. Next one, adrenal gland related to which system? That is endocrine system. Next one, neuralgia ആണ്. ന്യൂറോ എന്ന് പറഞ്ഞാൽ nerve ആണ്. algia means pain. So nerve pain ആണ് neuralgia. Next one, inflammation of the outer layer of eye ആണ്. So the answer will be scleritis. And inflammation of conjunctiva is the conjunctivitis. Next one, bone to bone connection is known as ligament. സോ രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ലിഗമെൻ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി പോർഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഹിപ്പ ഫുൾ ഫോം ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ് ഹിപ്പയുടെ ഫുൾ ഫോം വരുന്നത്. നെക്സ്റ്റ് വൺ ABN എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആണ്. അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ് ആണ്. നെക്സ്റ്റ് വൺ പ്ലേസ് ഓഫ് സർവീസ് 23 ആണ്. സോ 23 എന്ന് പറയുന്നത് എമർജൻസി റൂം ഹോസ്പിറ്റലാണ്. നെക്സ്റ്റ് വൺ പ്ലേസ് ഓഫ് സർവീസ് 32 ആണ്. ദാറ്റ് ഇസ് നഴ്സിംഗ് ഫെസിലിറ്റി ആണ്. ഈ പ്ലേസ് ഓഫ് സർവീസ് കോഡുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർ പ്രൊഫഷണൽ ക്ലെയിം ആണ്. ഒരു പ്രൊഫഷണൽ ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ എവിടെ വെച്ചിട്ടാണ് സർവീസ് റെൻഡർ ചെയ്തത് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് സർവീസ് പ്രൊവൈഡ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് ഓഫ് സർവീസ് കോഡുകൾ യൂസ് ചെയ്യുന്നത്. സോ 23 യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എമർജൻസി റൂം ഓഫ് എ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സർവീസ് പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 32 ആണെങ്കിൽ അത് നഴ്സിംഗ് ഫെസിലിറ്റിയിൽ വെച്ചിട്ടാണ് കൊടുത്തത് എന്നാണ് മീനിങ് വരുന്നത്. സോ ഈ പ്ലേസ് ഓഫ് സർവീസ് കോഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് CPT പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് പേജിലാണ്. ഫസ്റ്റ് പേജിലാണ് നമുക്ക് സിംബൽസ് മോഡിഫയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് പേജിൽ നമുക്ക് പ്ലേസ് ഓഫ് സർവീസ് കോഡ്സ് ഫോർ പ്രൊഫഷണൽ ക്ലെയിംസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് കോഡുകൾ കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ MIPS ആണ്. ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് മെറിറ്റ് ബേസ്ഡ് ഇൻസെൻറ്റീവ് പേയ്മെൻറ്റ് സിസ്റ്റം ആണ്. ഇത് മെഡിക്കെയറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൽ മെയിനായിട്ട് ഹെൽത്ത് കെയറിൻ്റെ ക്വാളിറ്റി, എഫിഷ്യൻസി, അതുപോലെ പേഷ്യൻ്റ് ഔട്ട്കംസ് ഒക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള അതിന് ഇമ്പ്രൂവ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും എഫിഷ്യൻസിയും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ്. നെക്സ്റ്റ് വൺ മെഡിക്കെയർ പാർട്ട് ബി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് മെഡിക്കെയർ പാർട്ട് ബി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് കവറിംഗ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസ്, പ്രിവെൻറ്റീവ് സർവീസസ്, ആംബുലൻസ് സർവീസസ് ആൻഡ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്.
നെക്സ്റ്റ് ICD 10CM ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഹൈപ്പർ ടെൻഷൻ പ്ലസ് CKD റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ പ്ലസ് ക്രോണിക് കിഡ്നി ഡിസീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ അതിൽ നമ്മൾ പ്രൈമറി കോഡായിട്ട് ഹൈപ്പർ ടെൻഷനും CKDയും ഉള്ളപ്പോൾ നമ്മൾ I12 കാറ്റഗറി കോഡ് റിപ്പോർട്ട് ചെയ്യും. ആൻഡ് സെക്കൻഡറി കോഡായിട്ട് സ്റ്റേജ് ഓഫ് CKD ആണ് റിപ്പോർട്ട് ചെയ്യുക. സോ സ്റ്റേജസ് ഓഫ് CKD എന്ന് പറഞ്ഞാൽ 1 to 5 ഉണ്ട്. അത് കഴിഞ്ഞാണ് ESRD വരുന്നത്. സോ ഏത് സ്റ്റേജ് ഓഫ് CKD ആണുള്ളത് അത് സെക്കൻഡ്ലി റിപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, കോഡ് R06.03 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്സിൻ്റെ കോഡാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ആണ് പേഷ്യൻറ്റിന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡ് R06.03 ആണ്. നെക്സ്റ്റ് വൺ, ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് പറയുന്നതെങ്കിൽ ഡോക്യുമെൻറ്റിൽ ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെങ്കിൽ നമ്മൾ I20 ആണ് കോഡായിട്ട് കൊടുക്കേണ്ടത്. സോ ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഷ്യൻ്റ് ഇസ് അറ്റ് ദി വേർജ് ഓഫ് ഹാവിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. ആക്ച്വൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അവിടെ ഹാപ്പൻ ചെയ്തിട്ടില്ല, ഒക്കർ ചെയ്തിട്ടില്ല. ബട്ട് ദ പേഷ്യൻ്റ് ഇസ് അറ്റ് വേർജ് അല്ലെങ്കിൽ അതിൻ്റെ റിസ്കിലാണ് പേഷ്യൻ്റ് ഉള്ളതെന്ന് പറയുമ്പോഴാണ് നമ്മൾ I20 കോഡ് ചെയ്യുക. അതല്ല, ഇനി ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റിൽ ആദ്യത്തിൽ ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് എന്ന് പറഞ്ഞെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഒരു അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇംപെൻഡിങ് ആയിട്ട് കോഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, HIV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഡ് B20 ആണ്. നെക്സ്റ്റ് സെപ്സിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ സെപ്സിസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സെപ്സിസ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓർഗാനിസം സ്പെസിഫൈഡ് ആണോ എന്ന് നോക്കുക. ഓർഗാനിസം സ്പെസിഫൈഡ് ആണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ കോഡാണ് എടുക്കേണ്ടത്. സെപ്സിസ് ഡ്യൂ ടു ദി സ്പെസിഫൈഡ് ഓർഗാനിസം ആണ് കോഡ് ചെയ്യേണ്ടത്. അതല്ല, ഓർഗാനിസം അൺസ്പെസിഫൈഡ് ആണ്, നോട്ട് സ്പെസിഫൈഡ് ആണെങ്കിൽ A41.9 കാറ്റഗറി കോഡാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, സെപ്സിസ് വിത്ത് സെപ്റ്റിക് ഷോക്ക് പറയുകയാണ് അല്ലെങ്കിൽ ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സിവിയർ സെപ്സിസ് ആണ് കോഡ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്സിസ് കോഡ് ചെയ്യേണ്ടത്. മോസ്റ്റ്ലി ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഓർഗാനിസം അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, കോഡിംഗ് ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോഡിഫയർ 51 എക്സെംപ്റ്റ് ആയിട്ടുള്ള കോഡുകൾ ഏതാണ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലെ ഒരെണ്ണം മോഡിഫയർ 51 എക്സെംപ്റ്റ് ആയിരിക്കും. സോ അപ്പൻഡിക്സ് ഇയിൽ നോക്കുകയാണെങ്കിൽ, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ അപ്പൻഡിക്സ് ഇ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും മോഡിഫയർ 51 എക്സെംപ്റ്റ് ആയിട്ടുള്ള കോഡുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷൻസിലെ ഓരോ കോഡുകളും പോയി നോക്കുകയാണെങ്കിൽ ഈ മോഡിഫയർ 51 എക്സെംപ്റ്റ് ആയിട്ടുള്ള കോഡുകളുടെ സിമ്പൽ എന്താണ് എന്നുള്ളത് നമ്മുടെ സിമ്പൽസിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു സർക്കിളിൽ ഒരു നോ കാണിക്കില്ലേ, അതുപോലെയുള്ള സിമ്പലാണ് വന്നിട്ടുള്ളത്. സോ അത് നമ്മുടെ കോഡുകളുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് 51 എക്സെംപ്റ്റ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മോഡിഫയർ 78 ആണ്. സോ 78 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് an unplanned return to the operating or procedure room by the same physician or other qualified healthcare professional following the initial procedure for a related procedure during the post-operative period. ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇരിക്കുന്ന പേഷ്യൻറ്റിന് ആ ഒരു ഇനീഷ്യൽ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ട് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് അൺപ്ലാൻഡ് റിട്ടേൺ ചെയ്യേണ്ടി വരികയാണ്. അതായത് ഇവിടെ റിലേറ്റഡ് പ്രൊസീജിയർ ആണ് ബട്ട് എക്സ്പെക്റ്റഡ് പ്രൊസീജിയർ അല്ല. ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നൊന്നും എക്സ്പെക്റ്റഡ് അല്ലാത്ത സിറ്റുവേഷനിൽ സെയിം ഫിസീഷ്യനോ അല്ലെങ്കിൽ ആരാണോ ഇനീഷ്യൽ പ്രൊസീജിയർ ചെയ്ത് ആ ഒരു സെയിം പ്രൊഫഷണൽ ആളെ രണ്ടാമത് ഒരു അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേഷൻ റൂമിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ 78 മോഡിഫയർ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലെഫറോപ്ലാസ്റ്റി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐലിഡ്സ് വിച്ച് മോഡിഫയർ ഇസ് അപ്പൻഡഡ്. അതിന് നമ്മൾ മോഡിഫയർ 50 ആണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലെഫറോപ്ലാസ്റ്റി ആണ് ചെയ്തിട്ടുള്ളത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐലിഡ്സിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മോഡിഫയർ ആണ് അപ്പൻഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിലെ ഓപ്ഷൻസിൽ നമുക്ക് RT LT റൈറ്റ് ലെഫ്റ്റ് കാണാൻ പറ്റും. മോഡിഫയർ 50 ഉണ്ട്, 52 ഉണ്ട്.
സോ അതിൽ നമ്മൾ ബോത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐലിഡ്സിലും ബ്ലെഫറോപ്ലാസ്റ്റി ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ബൈലാറ്ററൽ ആയിട്ടാണ് മോഡിഫയർ അപ്പൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് എക്സിഷൻ ഓഫ് ലീഷൻ. ഒരു ലീഷൻ എക്സിഷനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസിലെ ഒരു ഓപ്ഷനാണ് എക്സിഷൻ ഇൻക്ലൂഡ്സ് റിമൂവൽ ഓഫ് ലീഷൻ വിത്ത് മാർജിൻസ് ആൻഡ് സിമ്പിൾ ക്ലോഷർ വെൻ പെർഫോംഡ്. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് എക്സിഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? റിമൂവൽ ഓഫ് എ ലീഷൻ, അതുപോലെ തന്നെ വിത്ത് മാർജിൻസ്, ആ ഒരു ലീഷൻ മാത്രമല്ല ലീഷൻ്റെ ചുറ്റുള്ള മാർജിൻ കൂടി റിമൂവലും, അതുപോലെ തന്നെ സിമ്പിൾ ക്ലോഷ്യർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എക്സിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. സോ എക്സിഷൻ്റെ കൂടെ സിമ്പിൾ ക്ലോഷ്യർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾ റിപ്പയർ പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് എക്സിഷൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റോ കോംപ്ലക്സോ റിപ്പയറോ പറയുന്നതെങ്കിൽ നമ്മൾ എക്സിഷനും കോഡ് ചെയ്യണം, ഇൻ്റർമീഡിയറ്റ് റിപ്പയറും കോഡ് ചെയ്യണം, എക്സിഷനും കോഡ് ചെയ്യണം, കോംപ്ലക്സ് റിപ്പയറും കോഡ് ചെയ്യണം. So I am conducting a CPC preparation class, completely online class ആണ്, individual classes ആണ്, that is 1-to-1 sessions ആണ്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്ട് ചെയ്യുക, എയ്തർ മെയിൽ ചെയ്യുക at medcoder0907@gmail.com അല്ലെങ്കിൽ മെഡിക്കൽ കോഡർ സർട്ടിഫൈഡ് എന്നുള്ള ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ DM ചെയ്യുക. താങ്ക് യു.